നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതെ, ഇതാർക്കാ? ഭാമയ്ക്കമ്മേ, അവിടെ നിന്നൊന്നും കഴിച്ച കോളില്ല. അതെ, ഞാൻ അവളുടെ കാര്യം പറയാൻ നിന്നെ തെരഞ്ഞു വന്നേ. എന്താമ്മേ? അവക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുള്ളത് അവക്കല്ലമ്മേ, അമ്പാലി ആന്റിക്കാ. അതെനിക്കറിയാം. പക്ഷെ എന്തോ ഇവിടെ ഭാമയെ കണ്ടിട്ട് എനിക്കെന്തോ ഒരു പന്തികേട് തോന്നുന്നു. അമ്മ വെറുതെ ടെൻഷൻ ആവണ്ട, അവക്കൊന്നുമില്ല. അല്ലല്ല, ഞാനിപ്പോ അവളോട് സംസാരിച്ചിട്ടാ ഇങ്ങോട്ട് വന്നേ. അവളൊന്നും വിട്ടു പറയുന്നില്ല. ഇപ്പൊ ഭാമയുടെ വിഷമം മോളുടെ കാര്യത്തിലാണെന്നാ എനിക്ക് തോന്നുന്നത്. അത് ഞാൻ അരുന്ധതിയോട് ഒന്നുകൂടി വിളിച്ച് പറഞ്ഞോളാം. അവള് മോളെ പൊന്നുപോലെ നോക്കിക്കോളും. ഭാമയെ വളരെ ശ്രദ്ധയോടെ വേണം പരിചരിക്കാൻ അമ്മേ. നാളെ നമുക്ക് അതിലൊരു കുറ്റബോധം തോന്നാൻ പാടില്ല. വേണം മോളെ, പക്ഷെ അതിനൊപ്പം ഭാമയുടെ മനസ്സും കൂടെ സന്തോഷിക്കണം. എന്നാലേ വയറ്റിൽ വളരാൻ പോകുന്ന കുഞ്ഞിന് ആരോഗ്യം ഉണ്ടാവത്തുള്ളൂ. അമ്മ, ഭാമ ആദ്യമായിട്ടല്ലല്ലോ പ്രസവിക്കാൻ പോകുന്നത്. അവക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. എത്ര അറിവുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല മോളെ. ഇന്നത്തെ കാര്യം നാളെ ചോദിച്ചാൽ മറന്നുപോയി എന്ന് പറയുന്ന മക്കളാ എനിക്കുള്ളത്. ഒരു കണക്കിന് നീ ഇവിടെ ഉള്ളത് നല്ലതാ. അപ്പ കാര്യങ്ങൾ അറിയാൻ പറ്റും. അമ്മ നോക്കിക്കോ, ഞങ്ങളുടെ കുഞ്ഞിന് ജന്മം നൽകുന്നതോടെ ഭാമയ്ക്ക് ആന്റിയുടെ ഒക്കെ മനസ്സിലെ ആകാശത്തോളം സ്ഥാനം ഉണ്ടാവും. അത്രയ്ക്ക് ത്രില്ലിലായിപ്പോ ജയനിർമ്മൽ ആന്റി. ഭാമയ്ക്ക് അവര് സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുത്തില്ലെങ്കിലും നിന്നെ അവര് വെറുക്കാതിരുന്നാ മതി മോളെ. നിനക്കൊരു ജീവിതം കിട്ടട്ടെ എന്ന് കരുതിയാ ഞാൻ ഇതിനെല്ലാം സമ്മതം മൂളിയത്. സൂര്യ എന്നോടൊപ്പം ഉള്ളിടത്തോളം കാലം എന്റെ ജീവിതത്തിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല അമ്മ. അക്കാര്യത്തിൽ അമ്മയ്ക്ക് ഒരു സംശയവും വേണ്ട. അറിയാം. എന്നാലും ജയ സൂര്യയുടെ അമ്മയല്ലേ. ചില കാര്യങ്ങളെല്ലാം അമ്മ പറയുന്നതിന് അപ്പുറത്തേക്ക് പോകാൻ ഒരു മക്കൾക്കും കഴിഞ്ഞൂന്ന് വരില്ല. സൂര്യയെ കൊണ്ട് ആന്റി വേറെ കല്യാണം കഴിപ്പിക്കൂന്നല്ലേ അമ്മ പറഞ്ഞു വരുന്നേ? അതെ. എന്താ അങ്ങനെ പേടിക്കണ്ടെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? എനിക്ക് പറ്റും അമ്മ. പിന്നെ സൂര്യ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കണമെങ്കിൽ ഞാൻ വിചാരിക്കണം. എന്നാ ചിലപ്പോ നടക്കും. അമ്മേ, ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട. എന്തായാലും ഭാമ ഇപ്പൊ ഏറ്റെടുത്ത കാര്യം ചെയ്തില്ലേ, ഇനി അതിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതല്ലേ നല്ലത്? ചിലപ്പോ ഞങ്ങളുടെ ഈ കുഞ്ഞിലൂടെ ആയിരിക്കും നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ ദുരന്തങ്ങളും മാറാൻ പോകുന്നത്. അമ്മ നോക്കിക്കോ, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നടക്കും. നിന്റെ നാവ് പൊന്നായിരിക്കട്ടെ മോളെ. എന്നും നീ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാനാ അമ്മയ്ക്കിഷ്ടം. അമ്മയും എന്നും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കണമെന്നാ എന്റെ ആഗ്രഹം. പോടി വേണ്ടേ. അമ്മേ, ഈ ആഹാരം അമ്മ ഭാമയ്ക്ക് കൊണ്ടു കൊടുക്ക. വേണ്ട, നീ തന്നെ കൊണ്ടുപോയി കൊടുക്ക. ഇപ്പൊ അവൾക്ക് വേണ്ടത് നിന്നിലെ അമ്മയാ. പണ്ടിതുപോലെ അവളെ ഒരുപാട് നീ ഓട്ടിയതല്ലേ. ആ ഓർമ്മകൾ അവൾക്ക് ഒരിക്കൽ കൂടി ഉണ്ടാവട്ടെ. അതെ, അവളുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും വിഷമമുണ്ടോന്നും കൂടി നീ ഒന്ന് ചോദിച്ചേക്ക. നിന്നോടാവുമ്പോ അവളത് ചിലപ്പോ തുറന്നു പറയും. അതുകൊണ്ടാ. ശരി അമ്മ. അമ്മയ്ക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ സന്തോഷം ചേച്ചി. അത്രമാത്രം ഭാവനേച്ചിയുടെ കാര്യത്തിൽ അമ്മയ്ക്ക് വിഷമം ഉണ്ടായിരുന്നു. ഭാമേച്ചി, നേര് പറഞ്ഞ ഭാമേച്ചി ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞെങ്കിലും അത് സക്സസ് ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നമ്മൾ ആഗ്രഹിക്കുന്നതും വിചാരിക്കുന്നതൊന്നും അല്ലല്ലോ നടക്കുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ എല്ലാരും വിചാരിച്ച പോലെ തന്നെ നടന്നില്ലേ? ആ ചേച്ചി വന്നല്ലോ. ഇന്ന് നീ എന്തേലും കഴിച്ചോ? രാവിലെ പാല് കുടിച്ചായിരുന്നു. കൊള്ളാം. ദേ, ഇനി മുതൽ ആഹാരം നല്ലതുപോലെ കഴിച്ചോണം, കേട്ടല്ലോ? ഭാമേ. ശരി. ഭാമേച്ചിയുടെ മനസ്സിപ്പോ എവിടെങ്ങും അല്ലേ ചേച്ചി. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും ശരിക്കൊരു മറുപടി പോലും പറയുന്നില്ല. ഒക്കെ ശരിയാവും ഭാനു.
ഇവളുടെ മനസ്സിപ്പോ പകുതി മോളുടെ അടുത്തും ബാക്കി പകുതി അഭിയുടെ അടുത്തുവാ. എന്താ ഭാമ, ശരിയല്ലേ? ആ, ആ, അത് ചേച്ചി പറഞ്ഞ കറക്റ്റാ. എനിക്കും അങ്ങനെ തന്നെയാ തോന്നിയത്. ബാനു. ഇതാ വരുന്നമ്മേ. പോയിട്ട് വരാവേ. പോരാ. ദേ, ഇതിലുള്ളത് മുഴുവൻ നീ കഴിക്കണം, കേട്ടല്ലോ? ചേച്ചി അവിടെ വെച്ചേക്ക്, ഞാൻ കഴിച്ചോളാം. അത് പറ്റില്ല, ഞാൻ എടുത്തു തരാം. എന്നാലേ നീ കഴിക്കുള്ളൂ. വേണ്ട ചേച്ചി, ഞാൻ കഴിച്ചോളാം. അതെന്താ, ഞാൻ തന്നാ നീ കഴിക്കില്ലേ? കഴിക്ക്. ആ, കഴിക്ക. ഇതോട്ട് കഴിച്ചോ. നിനക്ക് ഓർമ്മയുണ്ടോ, 10ാം ക്ലാസ് വരെയും നിനക്ക് ഇതുപോലെ ഞാൻ വാരിത്തരുമായിരുന്നു. അതൊന്നും മറക്കാൻ പറ്റില്ലല്ലോ ചേച്ചി. പിന്നെ നീ +1 മുതലാ സ്വന്തമായിട്ട് ഓരോന്നും ചെയ്തു തുടങ്ങിയത്. അതും ചേച്ചിയാണല്ലോ എന്നെ പഠിപ്പിച്ചത്. ചേച്ചി എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതിനെല്ലാം എന്നാ ചേച്ചി ഞാൻ കടം വീട്ടേണ്ടത്? നീ ഇപ്പൊ കടം വീട്ടിയിരിക്കല്ലേ, അതും മുതലും പലിശയൊക്കെ ചേർത്ത്. എനിക്കും സൂര്യക്കും ഒരു കുഞ്ഞിനെ തരാൻ വേണ്ടി ഇത്രയും വലിയൊരു ത്യാഗം നീ ഏറ്റെടുത്തില്ലേ? അതിലും വലിയ എന്ത് കാര്യാ എനിക്ക് വേണ്ടി നീ ചെയ്യാൻ പോകുന്നത്? കഴിക്ക. മതി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിന്നിലൂടെ വേണം അമ്മ എന്ന എന്റെ സ്വപ്നം എനിക്ക് പൂർത്തീകരിക്കാൻ. അതിന് നിനക്ക് ആരോഗ്യം വേണ്ടേ? ഭാമേ, ഇനി എന്നും നിനക്ക് ഞാനായിരിക്കും ആഹാരം തരുന്നത്, എന്നാലേ ശരിയാവുള്ളൂ. ഈശ്വര, ഞാനിവിടെ എന്താ ചെയ്യേണ്ടത്? എന്റെ ചേച്ചി എന്നെ അത്രമാത്രം വിശ്വസിച്ചിരിക്കുക. പക്ഷെ ഞാൻ ചെയ്യുന്നതോ? ഭാമേ, നീ എന്താ സ്വപ്നം കണ്ടിരിക്കാണോ? കഴിച്ചേ. ആ, കൃത്യമായിട്ട് ഇനിയുള്ള ചെക്കപ്പുകളൊക്കെ ചെയ്യണം. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നീ എന്നോട് പറയണം, കേട്ടല്ലോ? പറയാം. ആദ്യത്തെ 3 മാസം വളരെ സൂക്ഷിക്കണം. അബദ്ധത്തിൽ പോലും വെയിറ്റ് ഉള്ളതൊന്നും തൂക്കിയെടുക്കരുത്. അതൊക്കെ നീയും കൂടി ശ്രദ്ധിക്കണം, കേട്ടല്ലോ? നീ എന്താ ഞാൻ ചോദിക്കുന്നതിന് മാത്രമായിട്ട് ഇങ്ങനെ മറുപടി പറയുന്നത്? നിനക്ക് എന്തു പറ്റി? ഭാമേ, മോളെ, നീ ഒന്ന് സന്തോഷത്തോടെ സംസാരിക്കുക. അല്ല, ഞാൻ ചേച്ചി പറയുന്നത് കേട്ട് നിന്നേ ഉള്ളൂ. പിന്നെ ചേച്ചി സൂര്യേട്ടന്റെ അടുത്തേക്ക് പോകുന്നില്ലേ? തൽക്കാലം ഇങ്ങനെ പോട്ടെ, ഇടയ്ക്ക് ഞാൻ പോയിട്ട് വരും. ചേച്ചി മതി ചേച്ചി, ഇനി ചിലപ്പോ വൊമിറ്റ് ചെയ്യും. എന്നാ പിന്നെ മതി.